നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഇപ്പോൾ മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് നമ്മൾ മൊബൈൽ ഫോൺ എങ്ങനെ സംരക്ഷിക്കാം, അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വെള്ളത്തിൽ വീഴുകയോ അല്ലെങ്കിൽ മഴ നനയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോ ഭാഗത്ത് പറഞ്ഞു തരാം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലൈനായിട്ട് നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ കവർ കിട്ടും. അതായത് വാട്ടർ റെസിസ്റ്റൻറ്റ് കവർ നമുക്ക് കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മറ്റു ഓൺലൈൻ പർച്ചേസ് സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് രണ്ടാമത്തത്, മഴയുള്ള സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മഴയുള്ള സമയത്ത് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്ത് വീണ് പോകാനോ അല്ലെങ്കിൽ മഴച്ചാറൽ നമ്മുടെ ഫോണിലേക്ക് കൊള്ളാനോ നമ്മുടെ കൈ നനഞ്ഞുകൊണ്ട് ഫോൺ ഉപയോഗിക്കാനൊക്കെ കാരണമാകും. അതുകൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിയുന്നത് മൊബൈൽ ഫോൺ എവിടെയാണോ സേഫ് ആക്കി വെച്ചിരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ വെച്ചുകൊണ്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നനഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ പാടില്ല എന്നത്. നമ്മുടെ ഫോൺ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ സമയത്ത് നമ്മൾ ചാർജിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ് സ്പോട്ടിൽ പലപ്പോഴും കംപ്ലയിൻറ്റ് വരാൻ സാധ്യത. ഫോൺ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഫോൺ വീണ് കഴിഞ്ഞാൽ അതിന് ഉടനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് അത് പവർ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫോൺ ഒരിക്കലും ചാർജിലിടാൻ പാടില്ല. ഫോൺ നേരത്തെ പറഞ്ഞ പോലെ മഴ നനഞ്ഞിട്ടോ അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടോ നമ്മൾ ചാർജിലിട്ട് കഴിഞ്ഞാൽ ഏത് സമയം നിങ്ങളുടെ ഫോൺ ഡെഡാകാൻ കാരണമാകും. സിം കാർഡും മെമ്മറി കാർഡൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫോണിനകത്ത് നിന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാം. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഫോൺ കുലിക്കാതിരിക്കുക. ഫോൺ ചലിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫോൺ ശക്തിയായിട്ട് വെള്ളം പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ ശക്തിയായിട്ട് കുലുക്കിയെടുക്കും. അത് ചെയ്യരുത്. കാരണം ഫോണിനകത്ത് വെള്ളം കയറിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ശക്തിയായുള്ള കുലിക്കലോട് കൂടി വെള്ളം അകത്തേക്ക് പോകാൻ കാരണമാകും. അതുപോലെ തന്നെ ഹെയർ ഡ്രയർ ഉപയോഗിക്കുക എന്നുള്ളത് ചില ആളുകളൊക്കെ ചെയ്യാറുള്ളതാണ്. ഫോൺ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ തലമുടി ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയറൊക്കെ ഉപയോഗിച്ച് ഫോണിൻ്റെ എല്ലാ ഹോളുകളും ചൂടാക്കി വെള്ളം ഉണക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് വലിയ അപകടമാണ്. കാരണം നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാനും നിങ്ങളുടെ ഡിസ്പ്ലേ നഷ്ടപ്പെടാനും ഒക്കെ കാരണമാകും. അരിച്ചാക്കിനകത്തേക്ക്, അരിയുടെ അകത്തേക്ക് ഈ മൊബൈൽ ഫോൺ അകത്തേക്ക് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളത് ഇത് പല കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അരിക്കകത്ത് നമ്മുടെ അരി ഏതാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ അരിയാണെങ്കിലും അതിനകത്ത് ചൂട് കൂടുതലായിരിക്കും. ഈ ചൂട് കൂടുതലാകുമ്പോൾ തന്നെ ഫോൺ അതിനകത്തേക്ക് നമ്മൾ പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹീറ്റ് ആയതുകൊണ്ട് വെള്ളം ഉണങ്ങാൻ കാരണമാകും. അതൊരു സത്യത്തിൽ യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ ഈ അരിക്കകത്തുള്ള പൊടികൾ നമ്മുടെ ഫോണിനകത്തേക്ക് കയറാൻ കാരണമാകും. പിന്നീട് നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മൊബൈൽ ഷോപ്പുകൾ കൊടുക്കേണ്ടി വരും. അപ്പം വേണമെങ്കിൽ ചെയ്യുന്ന ആൾക്ക് ചെറിയൊരു കവർ ഉപയോഗിച്ച് അങ്ങനെ കവർ ഉപയോഗിച്ച് മറച്ചുകൊണ്ട് അരിക്കകത്തേക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഫോൺ ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ ഫോൺ ഓൺ ചെയ്യരുത്. ഫോൺ ഉണങ്ങാനുള്ള സമയം കൊടുക്കണം. ഈ പറയപ്പെട്ട 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ ഫോൺ ഓൺ ആക്കരുതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫോൺ ചാർജിലിടാനും പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫോണിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ കാണിക്കുന്ന സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ നമ്മുടെ ക്യാമറക്കകത്ത് ഫോഗാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ നമ്മുടെ സ്ക്രീനകത്ത് കാണും. ഈ സ്ക്രീനകത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു മഞ്ഞ് മൂടി പോലെ, ഒരു ഫോഗ് പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഡിസ്പ്ലേക്ക് ചില കളർ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ശബ്ദം, നമ്മൾ പാട്ടോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫോൺ ചെയ്യുന്ന സമയത്തൊക്കെ ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസമോ കുറയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ചാർജിങ് പ്രശ്നം കാണാറുണ്ട്. ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജ് കയറാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആ പ്രശ്നം വരാറുണ്ട്. അതുപോലെ തന്നെ ടച്ച് പ്രവർത്തിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഫോൺ പെട്ടെന്ന് ചൂടാകുക, ഇന്ന് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സിം എടുക്കാതിരിക്കുക. ട്രയലിൽ നിന്ന് സിം എടുക്കാത്തൊരു പ്രശ്നം വരാം, മെമ്മറി കാർഡ് എടുക്കാത്ത പ്രശ്നം വരാം. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ടെന്നും ഉടനെ തൊട്ടടുത്തുള്ള ഒരു മൊബൈൽ സർവീസ് സെൻ്ററിൽ കൊണ്ടുകൊടുത്ത് അവരോട്